സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ശക്തമാക്കി ആശമാർ. നിരാഹാര സമരം തുടരുന്ന ആശാപ്രവർത്തകരോട് അനുഭാവം പ്രകടിപ്പിച്ച് സമരവേദിയിൽ ആശമാർ കൂട്ട ഉപവാസം നടത്തുകയാണ്. ഇതിനിടെ SUCIയുടെ നേതൃത്വത്തിലുള്ള സമരത്തെ തള്ളി INTUC രംഗത്ത് വന്നു. നിലപാടിൽ വെള്ളം ചേർക്കരുതെന്നും വേണ്ടത് സ്ഥിരവേതനമാണെന്നും INTUCയുടെ മാസികയായ ഇന്ത്യൻ തൊഴിലാളിയിൽ ലേഖനത്തിൽ പറയുന്നു. INTUC നിലപാട് തിരുത്തണമെന്ന് MM ഹസൻ ആവശ്യപ്പെട്ടു. 5 ദിവസമായി നിരാഹാര സമരം തുടരുന്ന ആശാപ്രവർത്തകരോട് അനുഭാവം പ്രകടിപ്പിച്ചാണ് സമരവേദിയിൽ ഇന്ന് കൂട്ട ഉപവാസം നടക്കുന്നത്. സമരവേദിയിൽ എത്തിച്ചേരാൻ കഴിയാത്ത ആശമാർ അതത് സെന്ററുകളിലും പ്രത്യേക കേന്ദ്രങ്ങളിലും ഇരുന്ന് ഉപവാസ സമരത്തിൽ പങ്കാളികളാകും. അതിനിടെ SUCIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആശമാരുടെ സമരത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് INTUC ലേഖനത്തിലൂടെ വ്യക്തമാക്കി. ലൈക്കും ഷെയറും ഓണറേറിയവുമല്ല ആശമാർക്ക് വേണ്ടത് സ്ഥിരവേതനമെന്ന തലക്കെട്ടിലാണ് INTUC മുഖമാസികയായ ഇന്ത്യൻ തൊഴിലാളിയിലെ ലേഖനം. KPCC നയരൂപീകരണ ഗവേഷണ വിഭാഗം യൂത്ത് കൺവീനർ അനൂപ് മോഹന്റെ ലേഖനത്തിൽ രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും സമരത്തെ സെൽഫി പോയിന്റ് ആക്കുന്നുവെന്ന വിമർശനവുമുണ്ട്. എന്നാൽ INTUCയുടെ നിലപാടിൽ പ്രസക്തിയില്ലെന്നും അവർ നിലപാട് തിരുത്തണമെന്നും UDF കൺവീനർ MM ഹസൻ ആവശ്യപ്പെട്ടു. KPCCയും UDFും ഈ സമരത്തിന് പൂർണ്ണ പിന്തുണയാണ്. അവരെ തിരുത്തണം. കാരണം INTUCയുടെ നേതൃത്വത്തിലല്ലേ അവിടെ അംഗൻവാടിക്കാർ സമരം നടത്തുന്നത്. പിന്നെന്തിനാ ഈ സമരത്തോട് അവരിങ്ങനെ ഒരു സമീപനം എടുക്കുന്നത്? സുരേഷ് ഗോപിയെ ആശാ സമരപന്തലിലേക്ക് ക്ഷണിച്ചതിനെ ന്യായീകരിച്ച് ആശാ സമര സമിതി നേതാവ് യസ്മിനി ഇന്ന് രംഗത്തെത്തി. സുരേഷ് ഗോപി വന്നത് സമരക്കാരിൽ ആരെങ്കിലും ക്ഷണിച്ചിട്ടാകാമെന്നും അവർ പറഞ്ഞു. അതല്ലെങ്കിൽ തന്നെ എന്താണ് അതിന് പ്രശ്നം? നമ്മൾ കേന്ദ്ര നേതാക്കളെ കണ്ടില്ല, നിവേദനം കൊടുത്തില്ല, കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടില്ലെന്നാണല്ലോ പരാതി. അപ്പോൾ പിന്നെ പോയി കാണുന്നത് കുറ്റമാണോ? ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിതലത്തിലും ചർച്ചകൾ നടന്നെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആശമാരുടെ രാപ്പകൽ സമരം ഇന്ന് 43ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.